എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുത്താൽ അരി വെന്ത് വരാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഇറക്കുന്നതിന് മുന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ അരി വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെന്താൽ മതിയാവും. ഒരുപാട് വെന്ത് പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഈ വെള്ളം കളഞ്ഞ് ഈ ചോറ് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത് ആ ചൂടിലിരുന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഈ ചോറൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ വെള്ളം കളഞ്ഞ് ഈ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടിലിരുന്ന് ഈ ചോറ് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വെന്തോളും. ഇനി ഇത് ഫ്രൈഡ് റൈസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇത് മൊത്തത്തിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ചൂടോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചോറ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വിനിഗർ, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സെസ്മി ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ സെലറി ചെറുതായിട്ട് അരിഞ്ഞത്. സെലറി എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിലോട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ സെലറിയുടെയൊക്കെ ഫ്ലേവേഴ്സ് നന്നായിട്ട് ഇറങ്ങണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 100 ഗ്രാം ചിക്കൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് ചിക്കനൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചിക്കനൊന്ന് ചെറുതായിട്ട് മൂത്തിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, ഒരു 1/4 കപ്പ് ബീൻസ്, ഒരു 1/4 കപ്പ് ക്യാരറ്റ്, ഒരു 1/2 കപ്പ് ക്യാബേജ്, ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇത് ഒരുപാട് വഴണ്ട് പോകരുത്. ഇതിലേക്ക് ജസ്റ്റ് എണ്ണയൊന്ന് കോട്ടായാൽ മതിയാവും. ഒരു മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. അതിന് വളരെ താഴെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ സോസിൻ്റെ മിക്സ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ റൈസ് താഴേന്ന് മുകളിലോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ റൈസ് ഉടഞ്ഞു പോകാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റും. താഴേന്ന് മുകളിലോട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി തൂക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് സെലറി. നീളത്തിലുള്ള തണ്ടും അറ്റത്ത് കുറച്ച് ഇലയും ഉണ്ടാവും. അപ്പോൾ ഈ തണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. അത് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ സൂപ്പിനുമൊക്കെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്താൽ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിൽ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.